ഇന്ന് നമ്മൾ അല്ലൂസിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് തന്നെ ചെറിയ ബർത്ത്ഡേ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. നമുക്ക് പോയി നോക്കാം എന്തൊക്കെ വിശേഷങ്ങളുള്ളത്. ഈവനിങ് ആയി കഴിഞ്ഞാൽ പിന്നെ ദുബായ്ക്കും ദുബായിൻ്റെ റോഡുകൾക്കും ഒരു പ്രത്യേക ലുക്ക് ഉണ്ടാവും. സൺലൈറ്റിൽ ബുർജ് ഖലീഫ് ഒക്കെ കാണാൻ എന്ത് രസമുണ്ട് നോക്കി. വാവ് വാവ്, ആ സൂര്യനും ഈ ബിൽഡിങ്ങും ഇതിൻ്റെ ആംബിയൻസും എല്ലാം കൂടി ആയിട്ടൊരു യൂറോപ്യൻ ടച്ച് കിട്ടുന്നുണ്ട്. പാർക്കിംഗ് ഒക്കെ നല്ല ബ്ലോക്കാണ്, പക്ഷെ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ നിങ്ങൾ, ഏതാ വ്യൂ, ഒരു രക്ഷയില്ല. പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ എത്തി. നമ്മൾ ടി ഫാമിലിയുള്ള താതൻ്റെ സിസ്റ്റർ ഉണ്ട് ഇവിടെ, അതേപോലെ തന്നെ ബാക്കി ഫ്രണ്ട്സൊക്കെ എത്തി. നമ്മളേതായാലും ബോട്ടിലേക്ക് നടക്കുകയാണ് ഇനി. ഇതാണ് നമ്മളെ ബർത്ത്ഡേ പോയി അല്ലൂസ് കേട്ടോ. സ്ഥലത്തെത്തി, ഇവിടെ വൻ ബ്ലോക്ക്. പോരുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നമ്മളെ ബോട്ട് ഏതാണെന്ന് മനസ്സിലാവില്ല. 1,00,000 ബോട്ട് ഏതാണെന്ന് മനസ്സിലാവില്ല. നമ്മളെത്തി, ഇതാണ് നമ്മളെ ബോട്ട്. ബോട്ടിലേക്ക് കയറാൻ പോവാണ്. ഏതായാലും ബോട്ട് നമുക്ക് വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്ത ബോട്ട് മാനേജ്മെന്റിന് എല്ലാവിധ നന്ദികളും അറിയിക്കുന്നു. നമ്മൾ ബോട്ടിൽ കയറി ഉടനെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക് വേണമെന്ന് ചോദിച്ച് അതായിട്ട് കൊണ്ടുവരികയും ചെയ്തില്ല. പെട്ടെന്ന് തന്നെ ഒരു അറബിക് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. സംഭവം വെറുതെ അങ്ങനെ കറക്കിയാൽ പോരട്ടോ, നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് അത് പുള്ളി കയ്യിൽ വെച്ച് കഴിക്കുന്നുണ്ട്. ഏതായാലും സ്കില്ലുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങിന് ശേഷം ഒന്ന് സൈഡിലേക്ക്, ബോട്ടിൻ്റെ സൈഡിലേക്ക് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. സംഭവം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ശരിക്കും ദുബായിൻ്റെ നല്ലൊരു ഭാഗം തന്നെ നമുക്ക് ഇവിടുന്ന് കാണാം. അത് കഴിഞ്ഞപ്പോഴേക്ക് ഇത് വേറൊരാൾ ഡാൻസുമായിട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ അപ്പർ ഡെക്കിലും അതേപോലെ തന്നെ ലോവർ ഡെക്കിലും ഒക്കെ ഡാൻസ് ആയിട്ട്. ഇവിടെ ഒരു ആഫ്രിക്കൻ ചേച്ചീൻ്റെ കൂടെയാണ് ഇപ്പോൾ ഡാൻസ് ചെയ്യുന്നത്. രണ്ടാളും ഒരേപോലെ തന്നെ ഉണ്ട്. ഡാൻസിങ് കണ്ടില്ല നിങ്ങൾ. അപ്പർ ഡെക്കിലായാലും അതേപോലെ തന്നെ നല്ല വ്യൂ ആണ്. പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ നല്ല രസമുണ്ട്. പുള്ളിക്കാരൻ കോമഡിയും ഡാൻസും ഒക്കെ കളിച്ച് മുകളിൽ ഇങ്ങനെ തകർത്താടുകയാണ്. ആ സമയത്താണ് അത് സംഭവിച്ചത്. പുള്ളിക്കാരൻ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് എൻ്റെ മേല് വന്നിട്ട് ഒരൊറ്റ കയറൽ. ഇത് കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മറ്റു പല മാന്യന്മാരുടെ മേലും ഇതേപോലെ തന്നെ കയറുന്നുണ്ടെന്നല്ലേ. ഈ ചെക്കൻ്റെ ഒക്കെ കല്യാണം അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നതാണ്. ചെക്കൻ്റെ ഭാവി എന്താണെന്ന് അറിയില്ല. ആദം സൂപ്പറാണോ? അത് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമുള്ള വ്യൂവും ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെയാണ്. പക്ഷേ ഭക്ഷണത്തിനെ പറ്റി ഞാൻ കാണിക്കുകയൊന്നും ചെയ്യാതിരുന്നത് വെച്ചാൽ അത്ര വലിയ ഗുണമുള്ള ഭക്ഷണം കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ എന്താ ബോട്ടിൻ്റെ ഡീറ്റെയിൽ പറയാത്തതെന്ന് വെച്ചാൽ ഏത് ബോട്ട് എടുത്താലും സെയിം തന്നെയാണ്. ഭക്ഷണമായാലും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റിയതും അഫോർഡ് ആയിട്ടുള്ള ഒരു ബോട്ട് എടുത്തോളാം. ഒരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. ഏതായാലും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.